ഓക്കെ ഓക്കെ, അപ്പോൾ തുടങ്ങിയല്ലോ. അപ്പോൾ നമ്മൾ എമ്പുരാൻ സിനിമ കണ്ടിരിക്കുകയാണ്. ഞാനൊരു ലാലേട്ടൻ ഫാനാണ്. ആ ഫാനായതുകൊണ്ട് ഞാൻ പറയണേ, എനിക്ക് നിരാശയാണ് ഈ സിനിമ. ലൂസിഫർ കിടിലൻ പടമായിരുന്നു, പൃഥ്വിരാജിൻ്റെ ആദ്യത്തെ സംവിധാനം. രണ്ടാമത് അതിൻ്റെ തുടർച്ചയായിട്ട് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടാകുന്നത്. കാരണം വലിയൊരു സ്കെയിലുള്ളൊരു പടമാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ നിരാശയാണ്. ഈ സിനിമയിൽ കണ്ടൻറ്റ് ഉണ്ട്, നല്ല ഒരു എന്താണ് ഇപ്പോഴത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥകൾ കാണിക്കുന്നുണ്ട്. പിന്നെ എന്താണ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. പക്ഷേ ഞാനതൊന്നും കാണാനല്ല പോയത്. ഞാൻ ലാലേട്ടൻ്റെ എന്താണ് ഒരു ഫാൻ എന്ന രീതിയിൽ പുള്ളിയുടെ ഒരു പഞ്ച് സാധനം, ഒരു മാസ് സാധനം കാണാനാണ് പോയത്. പക്ഷേ നമ്മൾ അമിത പ്രതീക്ഷ വെച്ച് പോകുന്ന സിനിമകളൊക്കെ ഭയങ്കര നിരാശ തരാറാണ് പോയത്. ഇത് അങ്ങനത്തെ ഒരു നിരാശയായിപ്പോയി എന്ന് പറയാം. ഇതിൻ്റെ മേക്കിങ്ങൊക്കെ അടിപൊളിയാണ്, എല്ലാം അടിപൊളിയാണ്. പക്ഷെ ഇതിൽ എന്താണ് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ബീജിയം എന്ന് വെച്ചാൽ സീനനുസരിച്ചുള്ളൊരു ബീജിയം ഇതിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ ഡാക്കു മഹാരാജ് എന്ന് പറഞ്ഞ സിനിമയിൽ അതിനെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അതിനകത്ത് വലിയ കഥകളോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ബീജിയത്തിലാണ് ആ പടം പോണത്. ബീജിയം എത്തിക്കുന്നൊരു സംഭവമുണ്ട്, നമുക്കത് കാണുമ്പോൾ കൊട്ടൂരം. ഇതിൽ അതിനേക്കാൾ നല്ല വിഷ്വൽസ് ഉണ്ട്, പക്ഷെ ബീജിയം ഇല്ല. അതാണ് അവസ്ഥ. ഒരു പൃഥ്വിരാജ് ഒരു എന്താണ് ഇപ്പോൾ ദീപക് ദേവ് എന്ന് പറഞ്ഞ പുള്ളിക്ക് ഇത്തരത്തിലുള്ള മ്യൂസിക് അത് സെറ്റായിട്ടില്ല. അത് ഇത് തോന്നി. പുള്ളി നല്ലൊരു മ്യൂസീഷ്യനാണ്, പക്ഷേ ഇതിനകത്ത് വർക്കായില്ല. ഈ സിനിമക്ക് പുള്ളി ഒരു ആപ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ എസ്തമന അല്ലെങ്കിൽ രവി ബസു, അതുപോലെ അനിരുദ്ധ്, അപ്പോൾ അങ്ങനെയുള്ള മ്യൂസീഷ്യൻ്റെ ബീജിയമൊക്കെ പക്കയായിട്ട് ഇട്ടാൽ മാത്രമേ ഒരു സംഭവം കിട്ടുള്ളൂ. ഇതിൻ്റെ ഫസ്റ്റിലെ പുള്ളിയുടെ വർക്ക് അടിപൊളിയായിരുന്നു. പിന്നെ പൃഥ്വിരാജ് എന്താണ് ഈ സിനിമയിൽ എന്തോ ഉഴപ്പിക്കളഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എടുക്കാൻ സമയമില്ലാത്ത ഇതായിട്ട് എനിക്ക് തോന്നി. എന്താണ് ചില സീൻസൊന്നും ഒരു ലാലേട്ടനെ പ്രസൻറ്റ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്കൊന്ന് ക്യാമറയിലൊന്ന് പുള്ളിനെ ഒന്ന് കാണാനുള്ളൊരു ഗ്യാപ്പ് പുള്ളി തന്നെയില്ല. അപ്പോഴേക്കും ഫുള്ള് ഡാർക്ക്നെസ്സിലാണ് പടം പോണത്. പുള്ളി എന്തോ മറ്റേ നമ്മുടെ സലാർ എന്ന് പറഞ്ഞ സിനിമയുടെ ഹാങ് ഓവറിൽ പ്രശാന്തിൻ്റെ മേക്കിംഗ് കണ്ടിട്ട് അതുപോലെ ഒരെണ്ണം എനിക്കും എന്നുള്ള രീതിയിൽ ആയിപ്പോയി എൻ്റെ ക്ലൈമാക്സും കാര്യങ്ങളും. പക്ഷേ പ്രശാന്തിലും രാജമൗലിയൊക്കെ ചെയ്യുന്നൊരു മാസ് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കാണുമ്പോൾ ഒരു രോമാഞ്ചം, ആ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കാ മസാലപ്പടം എടുക്കാനാണ് പുള്ളി നോക്കിയത്. പക്ഷേ പുള്ളിക്ക് ആ ഒരു ലൂസിഫറൊക്കെ എടുത്ത പോലത്തെ ക്ലാസ് ടച്ച് അങ്ങനത്തെ ഒരു സ്റ്റൈലേ അറിയുള്ളൂ. മറ്റേ എന്താണ് ഇതുപോലെ മാസ് സാധനങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള മാസ് ഡയറക്ടേഴ്സിൻ്റെ അത് പ്രശാന്തിലൊക്കെ ചെയ്ത പോലെ ആ ഒരു ലെവലാക്കാനാണ് ക്ലൈമാക്സൊക്കെ പുള്ളി ശ്രമിച്ചത്. പിന്നെ ഇതിൻ്റെ വില്ലൻ കഥാപാത്രത്തിൻ്റെ ഒരു എൻട്രി, ആ ഒരു അവസാനത്തെ സീക്വൻസൊക്കെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഇല്ലല്ലോ. ഒരു എന്താണ് നമുക്ക് കണ്ടിരിക്കുമ്പോൾ കിട്ടേണ്ട ഒരു സംഭവം അതല്ലായിരുന്നു. ഇത് വെറുതെ നോർമലായിപ്പോയി ഈ സിനിമ, ഭയങ്കര നോർമലായിപ്പോയി. പിന്നെ ഫസ്റ്റ് ഹാഫ് എന്താണ് ഒരു ഇതുമില്ലാതെ അങ്ങനെ ഒരു നല്ല ഇതായിട്ട് അങ്ങോട്ട് പോയി. സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ ഒരു ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുള്ള മറ്റേ ഫോറസ്റ്റിലുള്ള ഫൈറ്റ് അത് പക്കയായിരുന്നു. അതാണൊരു പഴയ ലാലേട്ടനെ ഒരു ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ക്ലൈമാക്സ് എത്തുമ്പോഴുള്ള പിന്നെ തുടക്കത്തിലെ ഒരു 20-30 ഇത്ര മിനിറ്റ് ഉണ്ട്. അത് ഒരു മാർക്കോ ക്ലൈമാക്സ് ആണത്. അത് ഇവർ തുടക്കത്തിലിട്ട് അത് അടിപൊളിയായിട്ടുണ്ട്. ഫുള്ള് ഹിന്ദി ആയിരുന്നു. അത് കൊള്ളായിരുന്നു. ആ ഒരു സംഭവം കൊള്ളായിരുന്നു. പിന്നെ ഇതിനകത്ത് എന്താ വലിയ എന്താണ് ഇനിയിപ്പം മൂന്നാം ഭാഗം വരുന്നുണ്ട്. മൂന്നാം ഭാഗത്തിൽ ഇപ്പോൾ ഇനി ഇവർ നല്ല വലിയ സ്കെയിലായിരിക്കും ചിലപ്പോൾ പിടിക്കാൻ പോകണം. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഈ രണ്ടാം ഭാഗം അതിൻ്റെ ഒരു വേൾഡ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ളൊരു പടമാണ്. ഇതാണ് അതിൻ്റെ വേൾഡ്, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇത് വരുന്നത്. പിന്നെ അവസാനം കുറേ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കുറേ ഉണ്ടാവാം, 3 ഉണ്ടാവാം. പക്ഷേ 2 ഫസ്റ്റിനെ അപേക്ഷിച്ച് ഭയങ്കര നിരാശയാണ്. ഞാൻ ലാലേട്ടൻ ഫാനായതുകൊണ്ട് ഞാൻ പറയാനാണ്, കട്ട നിരാശയാണ്.
നമ്മൾ പ്രതീക്ഷ വെച്ച് പോയത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അല്ലാതെ വെറുതെ ഒരു സാധാരണ റേഞ്ചിൽ പോയിരുന്നെങ്കിൽ ഇത് വലിയ സംഭവമൊന്നുമില്ല. പിന്നെ നിനക്കെന്താ പറയാ? എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തെങ്കിലും പറയണം. എല്ലാം പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. ബീജം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, വേറെ ഒന്നും പറയാനില്ല. ബീജമാണ് പ്രശ്നം. പിന്നെ ലാലേട്ടൻ ചില സമയത്തൊരു ചില എന്താ വെച്ചാൽ തുടങ്ങുമ്പോൾ ആ ഒരു എന്തോ ഒരു മറ്റേ സലാറിൽ വന്ന് വീണ പോലത്തെ അവസ്ഥ. സോറിടാ മറ്റേ എടാ സലാറിൽ മറ്റേ നമുക്ക് കാണാൻ പോയപ്പോഴേ ഡയലോഗ്സ് ഒക്കെ ഒരു കോമഡി, സീരിയസ് ആയിട്ട് പറയണ കോമഡി ആയിട്ട് ഫീൽ ചെയ്യില്ലേ, അതേപോലുള്ളൊരു കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു നാടകീയത ഭയങ്കര ഒരു എന്താ വെറുതെ ചുമ്മാ ഇന്ദ്രയത്തിന്റെ സീൻ, അതൊക്കെ ഒരു നല്ല കോമഡി ഫീലാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെയായിരുന്നു, ഇത്തിരി കോമഡി ആയിരുന്നു ഒരു പാവക്ക ജ്യൂസ്. അത് ഒരിതായിരുന്നു. പിന്നെ കുറേ രാജ്യങ്ങളിലാണ് ഇതിൻ്റെ ഷൂട്ട് വരുന്നത്. എന്തിനാണ് ആ രാജ്യങ്ങൾ കാണിച്ചതെന്നുള്ളത് 3-ലായിരിക്കും പറയണ. 2-ല് പ്രത്യേകിച്ച് അങ്ങനെ പ്രാധാന്യമൊന്നുമില്ല. പിന്നെ ഇത് അങ്ങനെയൊക്കെ സംഭവിച്ചു. ഉറക്കം കളഞ്ഞ് പോയി കണ്ടതിൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഭയങ്കര ഇതാണ്, നിരാശയായിപ്പോയി, കട്ട നിരാശ. കാരണം ഇത് നല്ലോണം കൈയടിച്ചിറങ്ങിപ്പോണമെന്നൊരു ആഗ്രഹിച്ചൊരു സിനിമയാണ്. പക്ഷേ പടം പ്രതീക്ഷക്കത്ത് ഉയർന്നില്ല. ഇത് എൻ്റെ അഭിപ്രായം ഉണ്ടോ പറയണം. വേറെ ചിലവർക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഞാനൊരു ഫാനായിട്ടും ഞാൻ എന്താ വെച്ചാൽ എന്താണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. അല്ലാതെ ഇപ്പോൾ ലാലേട്ടൻ്റെ ഫാനായതുകൊണ്ട് ഇനി ഇത് ഇഷ്ടപ്പെടണം അതല്ല. ഇതിൽ നല്ല സംഭവങ്ങളുണ്ട്, നല്ല ഇതുണ്ട്. പക്ഷേ എനിക്കത്ര ഒരു എൻഗേജിങ് ആയിട്ട് തോന്നിയില്ല. പിന്നെ ക്ലൈമാക്സിലെ സംഭവം മറ്റേ നമ്മുടെ ജില്ലയിലെ വിജയും അതൊക്കെ പിന്നെ ഒരു മാസ് ലെവലായിരുന്നു ആ സാധനം. ഇത് വെറുതെ ഒരു, കാരണം ഇത്രയും വലിയൊരു ഗ്രൂപ്പിലെ ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെമ്പർ ഈ ചെറിയ ലോക്കൽ ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശോകമാണ്. അത് മറ്റേ മുണ്ടുടുത്തുള്ള സംഭവം ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത്രയും ചോട്ട ഡീലിങ്സിലൊക്കെ വന്ന് അതൊക്കെ ഈ ഒരു കഥാപാത്രത്തിനെ ഭയങ്കരമായിട്ട് ബാധിച്ചതായിട്ട് എനിക്ക് തോന്നി. ആ ഒരു അവസാനത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനെ മറ്റേ ഫസ്റ്റിൽ ഒരു എന്താണ് ഭയങ്കര സ്റ്റോൺ ഫേസ് ആയിട്ടുള്ളൊരു എന്താണ് ക്യാരക്ടറാണ് അതിനകത്ത്. 2-ലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്തോ മറ്റേ പിടുത്തം വിട്ട് പൃഥ്വിരാജ് ഒരു പിടുത്തം അങ്ങോട്ട് ചെറുതായിട്ട് വിട്ടിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു എന്നുള്ള മൂടായി കളഞ്ഞ്. അതൊരു വ്യത്യസ്തത കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ കഥാപാത്രത്തിന് ഭയങ്കരമായിട്ടത് ശോകമായിട്ട് തോന്നി. പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളാണ്. ഒരു എന്താണ് ഒരു അവസാനം ക്ലൈമാക്സ് ഇത്രയും വലിയ സ്കെയിലുള്ള പടം അവസാനം ഒരു മാസ് മസാല രീതിയിലാക്കി കളഞ്ഞു. പിന്നെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് സുരാജിന് എന്താണ് കഥാപാത്രം എന്നറിയില്ല. പിന്നെ മറ്റേ എന്താണ് സാനിയ അയ്യപ്പൻ വെറുതെ വന്നിട്ട് അമ്മയുടെ പ്രസംഗം കൊള്ളില്ല, നിങ്ങൾ സംസാരിച്ചിരിക്കും ഞാൻ പോയിട്ട് വരാം. പിന്നെ അവളെ കണ്ടിട്ടില്ല. പിന്നെ എന്താണ് ആ ഒരു ഫസ്റ്റിൽ എൻഡ് ചെയ്തൊരു സാധനം പിന്നീട് ഫസ്റ്റിൽ ലൂസിഫറിൽ എൻഡ് ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത്തിലോട്ട് വന്നതിന് ടൊവിനോയൊക്കെ എന്തോ വെല്ലം പ്രയോഗിച്ച് വന്ന് പിടിച്ച് അഭിനയിപ്പിച്ചിട്ട് വിട്ട അവസ്ഥയായിരുന്നു. അങ്ങനെയായിട്ട് എനിക്ക് തോന്നി. കാരണം ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യാനില്ലാത്ത അത് ആ ഒരു കഥാപാത്രം അവിടെ വന്നു പോയില്ല, അത് എങ്ങനെയെങ്കിലും തീർക്കണമെന്നുള്ള മൂഡിൽ വന്ന് അഭിനയിച്ച പോലെയുണ്ട്. അത്രേ ഉള്ളൂ ഗൈസ്. തിയേറ്ററിൽ പോയി കണ്ട് അഭിപ്രായം പറയുക. ഇനി ഒരു പ്രതീക്ഷ ഞാൻ വെക്കുന്നില്ല, തുടരും. ഹിറ്റായിരിക്കും. ദൃശ്യം 3 ഹിറ്റായിരിക്കും. തുടങ്ങിയിട്ടില്ല, ഹിറ്റായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ.